Welcome to iPlus Training Solutions. iPlus Training Solutionന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് UGC നെറ്റ് എഡ്യൂക്കേഷൻ 2025 ഡിസംബറിലെ നെറ്റ് എഡ്യൂക്കേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷന്റെ സെറ്റ് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചോദ്യത്തിൽ, അതായത് നമ്മൾ ഈ ഒരു സെറ്റ് 1 ഡിസ്കഷനിൽ മൊത്തം 10 ചോദ്യങ്ങൾ വീതമുള്ള സെറ്റുകളായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തു പോകും. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഫേസ് ഓഫ് CIPP മോഡൽ ഫോക്കസ് ഓൺ ദി ക്വസ്റ്റ്യൻ ആർ ദ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റഡ് അപ്രോപ്രിയേറ്റ്ലി? CIPP മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ കോണ്ടെക്സ്റ്റ് ഇൻപുട്ട് പ്രോസസ് പ്രോഡക്റ്റ് മോഡലാണ്. അത് കരിക്കുലം മോഡലായിട്ടാണ് നമ്മൾ CIPP മോഡൽ പറയുന്നത്. സോ കരിക്കുലം ട്രാൻസാക്ഷൻ മോഡലിൽ. അപ്പോൾ അവിടെ ഈ CIPP മോഡലിൽ ഏത് ഏരിയ ആണ്, അതായത് ക്വസ്റ്റ്യൻ എന്നുള്ള ഏരിയ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ഫോക്കസ് ഓൺ ക്വസ്റ്റ്യൻ എന്നുള്ള ഏരിയ അല്ലെങ്കിൽ ആ ഒരു ടേം ഡിസ്കസ് ചെയ്യുന്നത് ഏത് ഫേസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഒബ്ജക്റ്റീവാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇതിന് വരുന്നതെന്ന ചോദ്യം. സോ നമ്മൾ പൊതുവെ എന്താണ് ഫോക്കസ് ഓൺ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായിട്ടാണ് കൊടുക്കുന്നത്, ചോദിക്കുകയാണ് അങ്ങോട്ട്, അല്ലേ? അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ച് നമുക്ക് ഇവിടെ ഏതിലായിട്ട് പറയാം, ഇൻപുട്ടായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ഇൻപുട്ടാണ്. യെസ്, കറക്റ്റ് ആൻസർ ഇൻപുട്ടാണ്. ദാറ്റ് ഈസ് ഇൻ CIPP മോഡലിൽ ക്വസ്റ്റ്യൻ എന്നൊരു ടേം അല്ലെങ്കിൽ ക്വസ്റ്റ്യനിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഇൻപുട്ട് എന്നുള്ള ഫേസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, arrange the following test or concepts related to projective techniques in chronological order. So which is oldest to newest എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ക്രോണോളജിക്കൽ ഓർഡറിൽ ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So introduction of the term projective method by Frank, the Holtzman-Inglot test, the Rorschach's test, then word association test by Galton, then thematic apperception test. ഇതിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ, അതായത് ഏറ്റവും പഴയത് മുതൽ പുതിയത് വരെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഓരോന്നും നോക്കാം. പ്രൊജക്റ്റീവ് മെത്തേഡ് ബൈ ഫ്രാങ്കിന്റെ പ്രൊജക്റ്റീവ് മെത്തേഡ് വന്നത് 1939 ലോറൻസ് കെ ഫ്രാങ്ക് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്ത് പ്രൊജക്റ്റീവ് മെത്തേഡ്സ് ഫോർ ദ സ്റ്റഡി ഓഫ് പേഴ്സണാലിറ്റി എന്ന പേപ്പറിൽ ഈ പ്രൊജക്റ്റീവ് മെത്തേഡ് എന്നുള്ള ടേം ഡിസ്ക്രൈബ് ചെയ്തത് 1939 സോ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ദെൻ ഹോൾസ്മാൻ-ഇംഗ്ലോട്ട് ടെസ്റ്റ് 1961 ഈ ഹോൾസ്മാൻ എന്ത് ചെയ്തു, ഈ റോഷ-ഇംഗ്ലോട്ട് ടെസ്റ്റിനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഹോൾസ്മാൻ കൊണ്ടുവന്നത്. സോ അത് 1961 അപ്പോൾ റോഷയുടെ ഓൾട്ടർനേറ്റീവ് ആണ് എന്ന് പറയുമ്പം ഒബ്വിയസ്ലി റോഷ-ഇംഗ്ലോട്ട് ടെസ്റ്റ് അതിന് മുൻപ് വന്നതായിരിക്കുമല്ലോ. സോ റോഷ-ഇംഗ്ലോട്ട് ടെസ്റ്റ് വന്നത് 1921 പിന്നെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് അത് കൊണ്ടുവന്നത് ഗാൽട്ടൺ ആണ്. ഏറ്റവും പഴയ ടെസ്റ്റ് 1879 അത് വന്നത്. ദെൻ നെക്സ്റ്റ് കംസ് ഏതാണ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ദാറ്റ് ഈസ് ഹെൻറി മുറേ പിന്നെ ക്രിസ്ത്യാന ഡി മോർഗൻ കൊണ്ടുവന്നത് 1935 ഓക്കെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് ഇവിടെ വരുന്നത് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ദാറ്റ് ഇസ് D ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് C ആണ്, ദാറ്റ് മീൻസ് റോഷ-ഇംഗ്ലോട്ട് ടെസ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഏതാണ് Dയും Cയും തുടക്കം വരുന്നത് എന്ന് നോക്കുക. അത് ഒബ്വിയസ്ലി ഓപ്ഷൻ 2 ആണ്. സോ കറക്റ്റ് ആൻസർ DCEAB. ഓർഡർ പറയുമ്പോൾ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, റോഷ-ഇംഗ്ലോട്ട് ടെസ്റ്റ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, then comes projective method by Frank, then Holtzman-Inglot test. ഇതാണ് ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ് ഫോമിൽ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. Third question, in the universal design for learning guidelines, which of these is a principle, not just a checkpoint? Option, optimize choice and autonomy, then multiple means of expression,
Provide options for perception, nurture joy and play. So ഇവിടെ യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് ഗൈഡ് ലൈൻസ് UDL എന്ന് പറയും. UDL ഗൈഡ് ലൈൻസ് പ്രകാരം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്ത് പ്രിൻസിപ്പിൾ അല്ലാത്തത്? അല്ല, വിച്ച് ഓഫ് ദീസ് ഇസ് എ പ്രിൻസിപ്പിൾ ആയിട്ടുള്ളത് ഏതാണ് യൂണിവേഴ്സൽ ഡിസൈൻ്റെ? അല്ലാതെ ഒരു ചെക്ക് പോയിന്റ് ആയിട്ട് പറയാതെ, കാരണം അവർ കുറച്ച് ചെക്ക് പോയിന്റ്സും പ്രിൻസിപ്പിൾസും ഗൈഡ് ലൈൻസും എല്ലാം പറയുന്നുണ്ട്. സോ അപ്പോൾ അതിലെ ചെക്ക് പോയിന്റ് അല്ലാതെ എന്ത് ഗൈഡ് ലൈനായിട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. സോ ഇവിടെ ഓപ്ഷൻ optimize choice and autonomy, multiple means of expression, provide options for perception, nurture joy and play എന്നുള്ളതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എക്സ്പ്രഷൻ യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് ഗൈഡ് ലൈൻസിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നതാണ്. So here correct answer is multiple means of expression. That is universal design for learning guidelines. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എക്സ്പ്രഷൻ ആണ്. വീണ്ടും arrange the following experimental designs in order of highest control of threat to internal validity to the lowest control. അതായത് ഇന്റേണൽ എക്സ്പെരിമെന്റൽ സ്റ്റഡിക്ക് ഇന്റേണൽ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകും അല്ലേ? ഇന്റേണൽ വാലിഡിറ്റി ഉണ്ടാകും, എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ടാകും. ഇതിന്റെ രണ്ടിനും ത്രെഡ്സും ഉണ്ട്. അതിൻ്റെ ഇവിടെ ചോദിച്ചിരിക്കുന്ന എക്സ്പെരിമെന്റൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഇന്റേണൽ വാലിഡിറ്റിയുടെ ത്രെഡായിട്ട് വരുന്നതിൻ്റെ കൺട്രോൾ. ഓക്കെ, ഇറ്റ്സ് എ കൺട്രോൾ ഓഫ് ത്രെഡ്സ് ടു ഇന്റേണൽ വാലിഡിറ്റി ടു ദി ലോവസ്റ്റ് കൺട്രോൾ. അപ്പം ഇത് നമ്മൾ ശരിക്കും ഇന്റേണൽ വാലിഡിറ്റിയിലെ ത്രെഡ് കൂടുതലുള്ളത്, അതായത് ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്ന സംഭവം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അസസ് ചെയ്യുന്നത് പിന്നെ എവിടെ നിന്നാണ് കുറഞ്ഞ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ അതായത് തീരെ വീക്കായിട്ടുള്ള സ്റ്റഡിയാണ് ഏറ്റവും താഴെ വരേണ്ടത്, ഡിസൈനാണ് ഏറ്റവും താഴെ വരേണ്ടത്. ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഏറ്റവും മുകളിൽ വരുന്നത് ക്വാളിറ്റിയിൽ. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ടൈം സീരീസ് ഡിസൈൻ, ദെൻ സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ, സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ, 1 ഷോട്ട് കേസ് സ്റ്റഡി, 1 ഗ്രൂപ്പ് പ്രീടെസ്റ്റ് പോസ്റ്റ് ഡിസൈൻ. ഇവിടെ നമ്മൾ എപ്പോഴും ഒന്നിലധികം ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? വാലിഡ് നല്ല സ്ട്രോങ് സ്റ്റഡി ആയിരിക്കും. കാരണം കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ. സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈനിൽ 4 ഗ്രൂപ്പാണുള്ളത്. ഒന്നിനോട് അങ്ങനെ 4 എണ്ണത്തിനെ 1 to 1 സ്റ്റഡീസാണ് നടത്തുന്നത് അല്ലേ? അപ്പോൾ സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ വരുമ്പോൾ ഹൈലി സ്ട്രോങ് ആയിരിക്കും. ചിലർ പറയും, നമ്മൾ ഈ PhD തീസിസിൻ്റെ ഒക്കെ സമയത്ത് പറയും, എന്തുകൊണ്ട് നിങ്ങൾക്ക് 4 ഗ്രൂപ്പ് എടുത്ത് ചെയ്തുകൂടാ എന്നൊക്കെ ചോദിക്കും. അതാകുമ്പോൾ കുറച്ചും കൂടി എന്താണ് സ്റ്റഡി കുറച്ചും കൂടി സ്റ്റേബിൾ ആവില്ലേ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് പലതും ഉണ്ട്. പക്ഷേ സ്റ്റഡി സ്റ്റേബിൾ ആവുന്നത് 4 ഗ്രൂപ്പ് ഡിസൈൻ ഒക്കെ എടുക്കുമ്പോൾ നല്ലതാണെന്ന് പറയും. സോ അപ്പോൾ സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ ആണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ടൈം സീരീസ്. അതായത് ടൈം സീരീസ് എന്ന് വെച്ചാൽ കാലഘട്ടം വെച്ചിട്ട് നമ്മൾ ഒരുപാട് സ്റ്റഡീസ് നടത്തും. 2 ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഒരുപാട് നമ്പർ ഓഫ് സ്റ്റഡീസ് നടത്തും. സോ അപ്പോൾ അതും സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ആയിട്ട് വരുന്നത് അതാണ്. ദാറ്റ് ഈസ് CA തുടങ്ങുന്ന ഓപ്ഷൻ ഉള്ളത് ഏതെന്ന് ആദ്യം നോക്കുക. ഇനി അടുത്തത് കണ്ടോ, അടുത്തത് സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ് ചെയ്ത് വരുന്ന 2 ഗ്രൂപ്പ് ഡിസൈൻ ആണ്. ഓക്കെ, 2 ഗ്രൂപ്പ് ഡിസൈൻ ഉണ്ടല്ലോ, ഒരു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കാണും, ഒരു കൺട്രോൾ ഗ്രൂപ്പും കാണും. അതാണ് സ്റ്റാറ്റിക്കും ഗ്രൂപ്പും കമ്പാരിസൺ എന്ന് വരുന്നത്. അതാണ് എന്ത് 2 ഗ്രൂപ്പായിട്ട് വരുന്നത്. അതാണ് അടുത്തത് കുറച്ചും കൂടി വാലിഡിറ്റി കുറവ് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹൈ വാലിഡിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നത് ത്രെഡ് കുറവുള്ളത് സോളമൻ 4 ഗ്രൂപ്പ്, അത് കഴിഞ്ഞിട്ട് ടൈം സീരീസ്, പിന്നെ സ്റ്റാറ്റിക് ഗ്രൂപ്പ്. പിന്നെ അടുത്തത് കണ്ടോ 1 ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ്. സിംഗിൾ ഗ്രൂപ്പ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യൂലേ, പ്രത്യേകിച്ചും ഷോർട്ട് ടേമിലേക്കും വളരെ കുറച്ച് ഇതായിട്ട് നമുക്ക് റിസോഴ്സസ് അവൈലബിലിറ്റി ഉള്ളപ്പോൾ ഷോർട്ട് ടേം സ്റ്റഡിയാണ് നടത്തുക. സോ അത് സിംഗിൾ ഗ്രൂപ്പ് സ്റ്റഡി. സോ അതാണ് 1 ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് 1 ഷോട്ട് കേസ് സ്റ്റഡി. 1 ഷോട്ട് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തവണ ജസ്റ്റ് ഒരു കേസ് സ്റ്റഡി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അതൊരു ക്വാളിറ്റേറ്റീവ് ആണ് കൂടുതലും ക്വാണ്ടിറ്റേറ്റീവിനേക്കാളും. സോ ഇവയാണ് വരുന്നത്. സോ ഇവിടെ ഓർഡർ വരുന്നത് CABED ആണ്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4 ആണ്. യെസ്, ഹിയർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4, ദാറ്റ് ഇസ് CABED.
Next question. Bruner has specified 4 features that a theory of instruction must have. Which one of the following is not among us? Okay. ബ്രൂണർ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അല്ലേ സ്റ്റഡിയിൽ. നമ്മുടെ എഡ്യൂക്കേഷനിൽ ബ്രൂണറിനെ പറ്റിയിട്ട് സ്പൈറൽ ലേണിങ്ങും ഒക്കെ നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു കാര്യമാണ്. ഈ ബ്രൂണർ ഒരു ഈ തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷനിൽ 4 സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് എ തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻ മസ്റ്റ് ഹാവ്. ഓക്കെ. ആൻഡ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എമംഗ് അസ്? അതിനകത്ത് ഏതാണ് വരാത്തത്? ഈ ബ്രൂണർ പറഞ്ഞിരിക്കുന്ന തിയറി പ്രകാരം ഇതിലേതാണ് ബ്രൂണറിൻ്റെ തിയറിയുടെ പ്രകാരം ഫീച്ചർ അല്ലാത്തതെന്നാണ് ചോദ്യം. ഫസ്റ്റ് വൺ, പ്രീ ഡിസ്പോസിഷൻ ടു ലേൺ, സ്ട്രക്ചർ ഓഫ് നോളജ്, സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇവാലുവേഷൻ. ഫോർത്ത് വൺ ഇസ് ഇവാലുവേഷൻ. സോ ഇതിലെ പ്രീ ഡിസ്പോസിഷൻ ഓഫ് ലേൺ, ദെൻ ടു ലേൺ, പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് നോളജ്, സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇത് മൂന്നും ബ്രൂണർ പറഞ്ഞതാണ്. ബ്രൂണറിൻ്റെ 4ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് അത് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു ടേം ആണ് അല്ലേ, റീഇൻഫോഴ്സ്മെൻറ്റ്. സോ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് 4ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ ഫോർത്ത് വൺ ഇവാലുവേഷൻ എന്നുള്ളത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ ഹിയർ കറക്റ്റ് ആൻസർ ഇസ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ ആണ് ബ്രൂണറുടെ 4 ഫീച്ചറുകളിൽ പറയാത്തത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് ഇക്കണോമിക് ഇവാലുവേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഫ്ലോ ഫോർ ആൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. ഇത് എഡ്യൂക്കേഷൻ, എക്കണോമിക്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. സോ ഫസ്റ്റ് അതിൻ്റെ ഓപ്ഷൻ കോസ്റ്റ് ബെനിഫിറ്റ് ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് അനാലിസിസ്, estimating cost using ingredient method, computer private or social return to justify investments, align funding with the budgeting practice, compare alternative on a common outcome metric. Okay, ഇതിനകത്ത് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കൂ, അറേഞ്ച് ദി ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് ഇക്കണോമിക് ഇവാലുവേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഫ്ലോ ഓഫ് ഫോർ ആൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൻ്റെ ഫിനാൻഷ്യൽ ഫ്ലോ എങ്ങനെയായിരിക്കണം, എവിടെ തുടങ്ങണം, എവിടെ അറേഞ്ച് ചെയ്യണം എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ആൻസർ കീ പ്രകാരം ഇവിടെ ആൻസർ തന്നിരിക്കുന്നത് ഓപ്ഷൻ 1 ആണ്. ABECD ആണ്. ദാറ്റ് മീൻസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് അനാലിസിസ് നടത്തണം. ബെനിഫിഷ്യൽ ആണോ അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാറ്റർ ആണോ എന്നുള്ള കോസ്റ്റ് ബെനിഫിറ്റ് ആൻഡ് ഇഫക്റ്റീവ് അനാലിസിസ് നടത്തുക. പിന്നെന്ത് ചെയ്യണം, അത് നടത്തി കഴിയുമ്പോൾ എത്ര തുകയാകും അല്ലേ, കോസ്റ്റ് എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ് യൂസിങ് ഇൻഗ്രീഡിയൻറ്റ് മെത്തേഡ്. ഓരോരോ സാധനങ്ങൾക്കും അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ വരുന്ന ഫിനാൻഷ്യൽ കോസ്റ്റ് എത്രയാണെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. പിന്നെന്ത് ചെയ്യണം, ഇത് സെയിം പാറ്റേൺ അല്ലെങ്കിൽ സെയിം മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളവയുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. മറ്റൊരു ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഔട്ട്കം വെച്ച് നോക്കുമ്പോൾ ഇതാണോ ബെനിഫിഷ്യൽ അതാണോ എന്നൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തണം അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ നടത്തണം. ദാറ്റ് ഈസ് ഇനി എന്ത് ചെയ്യും, ഇനി നമ്മൾ ഫണ്ടിങ്ങും ബഡ്ജറ്റിങ്ങും പ്രാക്ടീസ്, അതായത് ഫണ്ടിങ് അലോക്കേറ്റ് ചെയ്യും. പിന്നെ ഫൈനലി ഇനി എന്ത് ചെയ്യും, നമ്മൾ സോഷ്യൽ റിട്ടേൺ, അതായത് നമ്മൾ ഈ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഷ്യൽ റിട്ടേൺ ഒക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് ഫൈനലിയാണ് എന്ത് ഫൈനലി ഫണ്ടിങ് അലോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബഡ്ജറ്റ് കൊടുക്കുന്നത്. സോ ഓപ്ഷൻ 1 ആണ്, ദാറ്റ് ഈസ് ABECD ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Give below are 2 statements. One is labeled as assertion and the other is labeled as reason. So എപ്പോഴും നെറ്റിന് ഉണ്ടാവുന്ന ഒരു ചോദ്യം NTA എക്സാമിന് ഒന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പോലത്തെ മറ്റേ ഇത് വരും, എന്താണ് ആൻസേഴ്സ് തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് വരും. പിന്നെ വരുന്നത് ഏതാണ്, ഈ പറയുന്ന പോലെ അറേഞ്ച് ദ ഫോളോയിങ് ക്രോണോളജിക്കൽ ഓർഡറിലോ അല്ലെങ്കിൽ സ്റ്റെപ്സിൻ്റെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്ന് വരും. പിന്നെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കാണും. പിന്നെ മേജർ ഒരു ടൈപ്പാണ് ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്. സോ ഇവിടെ ഒരു അസേർഷൻ തന്നിരിക്കുന്നു,
Ecological child assessment requires data from multiple informant and settings to capture how behavior varies across context. Okay, then reason, children often show marked variability across time and situation, relying on a single informant or setting risk invalid inference. Okay, risk in valid inferences. So ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് A and R are correct and R is the correct explanation of A എന്നുള്ളത് തന്നെയാണ്. അതായത് ഇക്കോളജിക്കൽ ചൈൽഡ് അസസ്മെന്റ് നീഡ് എന്ത് വേണം? മൾട്ടിപ്പിൾ ഇൻഫോർമൻ്റ് ആൻഡ് സെറ്റിംഗ് ക്യാപ്ചർ ഹൗ ടു ബിഹേവിയർ വേരീസ് അക്രോസ് കോണ്ടെക്സ്റ്റ്. അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താ? കുട്ടികൾ എപ്പോഴും എന്ത് ചെയ്യും? അവർക്ക് എപ്പോഴും വേരിയബിലിറ്റീസ് ഉണ്ടാകും, ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ ഇൻഫോർമൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായി വരും. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next question. In Islamic education, the degree awarded to one who has the special knowledge in religion is and to those who showed excellence in logic. ഒന്ന് ആലോചിച്ചേ, നമ്മൾ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഫസ്റ്റ് യൂണിറ്റിലെ ഒരുപാട് ബുദ്ധിസം, ജൈനിസം, ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ടേ ഒരുപാട് ചോദിച്ച് തഴമ്പിച്ച ചോദ്യങ്ങളാണ് അല്ലേ. നമ്മൾ വിചാരിക്കും ഇനി ആ ഏരിയ എന്നുള്ള ചോദ്യങ്ങൾ കുറവായിരിക്കും അല്ലെങ്കിൽ വരില്ലായിരിക്കും. പക്ഷെ കണ്ടോ, അവിടെ ഒരുപാട് വർക്കൗട്ട് ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് ഒരുപാട് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട് അവിടുന്ന്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ടേം ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. നോക്കൂ, ഇസ്ലാമിക് എഡ്യൂക്കേഷനിൽ ദ ഡിഗ്രി അവാർഡഡ് ടു വൺ ഹു ഹാസ് ദ സ്പെഷ്യൽ നോളജ് ഇൻ റിലീജിയൻ ആൻഡ് ദോസ് ഹൂ ഷോഡ് എക്സലൻസ് ഇൻ ലോജിക്. അതായത് റിലീജിയനിൽ സ്പെഷ്യൽ നോളജ് ഉള്ള ആളിനെയും ദെൻ ലോജിക്കിൽ എക്സലൻസ് കാണിക്കുന്ന ആളിനെയും വിളിക്കുന്ന പേരെന്താണെന്ന്. ഇവിടെ ഓപ്ഷൻ അലീം ആൻഡ് ഫാസിൽ ആൻഡ് അലീം, ദെൻ തലീബ് ആൻഡ് മൗലവി ആൻഡ് തലീം. നമ്മൾ പൊതുവെ ഈ മൗലവി എന്നുള്ള പേരുകളൊക്കെ മാത്രമേ കൂടുതൽ കേട്ടിട്ടുള്ളൂ അല്ലേ. പക്ഷെ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്, ദാറ്റ് ഈസ് അലീം ആൻഡ് ഫാസിൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ 1 ആണ്. യെസ്, ഹിയർ ഓപ്ഷൻ എ, ദാറ്റ് ഇസ് ഓപ്ഷൻ 1, അലീം ആൻഡ് ഫാസിൽ ആർ ദി കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇവിടെ അറേഞ്ച് ദ ഫോളോയിങ് ആസ് പെർ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. കണ്ടോ, നമ്മൾ പഠിക്കാൻ തുടങ്ങിയ കാലം മുതലേ ബ്ലൂംസ് ടാക്സോണമി ഉണ്ട്. സോ അവിടെ ബ്ലൂംസ് ടാക്സോണമി തുടങ്ങി, ബ്ലൂംസ് ടാക്സോണമി നോളജ് തുടങ്ങുന്ന ബ്ലൂംസ് ടാക്സോണമിയിൽ അത് കഴിഞ്ഞിട്ട് വന്നത് അത് നൗണ് ഫോളോ ചെയ്തു അല്ലേ. അത് കഴിഞ്ഞിട്ട് ബ്ലൂംസ് ടാക്സോണമി റിവൈസ്ഡ് വന്നപ്പോഴത്തേക്കും അവിടെ നൗണ് മാറ്റി ING ഫോമിൽ, പ്രോസസ്സ് എന്നുള്ള രീതിയിൽ ING ഫോമിലാക്കി ബ്ലൂംസ് ടാക്സോണമി പറഞ്ഞു. സോ ആ ബ്ലൂംസ് ടാക്സോണമിയുടേതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ബ്ലൂംസ് ടാക്സോണമിയുടെ അറേഞ്ച് ദ ഫോളോയിങ് ആസ് പെർ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി, റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി പ്രകാരം ഇതിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എങ്ങനെ തുടങ്ങുന്ന? റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള രീതിയിൽ, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് എന്നുള്ള രീതിയിലാണ് അല്ലേ. ദെൻ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സിന്തസൈസിങ് എന്ന് പറഞ്ഞത് ലാസ്റ്റിൽ വരുന്നത്, ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് എന്നുള്ള ലെവലിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഓപ്ഷൻ പ്രകാരം DCBEA ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ്, ദെൻ കംസ് അപ്ലൈയിങ്, കാരണം റിമെമ്പറിങ് ഇവിടെ തന്നിട്ടില്ല, അതുകൊണ്ട് അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, ദെൻ അടുത്തത് വരുന്നത് അനലൈസിങ്, then evaluating, finally creating. 10th question. Who amongst the following can be associated with the functionalist perspectives on education? Options: Althusser and Ivan Illich, Pierre Bourdieu and Young, Durkheim and Parsons, then Bowles and Gindes and Lavaux. ഓക്കെ, സോ ഇതിൽ ആരാണ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ എഡ്യൂക്കേഷൻ? നമുക്കറിയാം, നമ്മൾ കുറേ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്, പിന്നെന്താണ് ബിഹേവിയറിസ്റ്റ് പെർസ്പെക്റ്റീവ്, കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ ഈ ഒരു ടേമുകളൊന്നും, ഇവാൻ ഇല്ലിച്ച് മാത്രം കേട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡർക്കീം, പിന്നെ പാസൺസ് കേട്ടിട്ടുണ്ട്,
ഇവരെയൊക്കെ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് അപരിചിതരായ നെയിമുകളാണ് അല്ലേ. പക്ഷേ ഇവിടെ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ വരുന്നത് ഡർക്കീം ആൻഡ് പാസൺ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ.